ശോഭ പറയുന്നത് പക്ക കളവ്. ഞാൻ ഇന്നലെ വിദേശത്ത് നിന്ന് സംസ്ഥാനത്ത് ചെന്നൈ പോയി. ശോഭ എന്ന് പറയുന്ന ശോഭയുടെ സംരക്ഷിത ഭർത്താവ്, അത് മോഹൻദാസിന്റെ ഭാര്യ പ്രസന്നയുടെ കേസിന്റെ ഡീറ്റെയിൽസ് എടുക്കാനാണ് ഞാൻ പോയത്. എനിക്ക് കിട്ടിയില്ല, ഇന്ന് കിട്ടും. ഇപ്പം നമ്മുടെ ആളുകൾ അത് എടുക്കുന്നുണ്ട്. വിനീത് കുമാർ എന്ന് പറഞ്ഞ വക്കീലാണ്. ഞാൻ ശോഭയുടെ ഇന്ന പ്രോപ്പർട്ടി മേടിക്കാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രസന്ന മദ്രാസിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നെ അറിയാതെയാണ് ഈ പ്രോപ്പർട്ടി വിറ്റെന്ന്. എന്റെ ആഭരണങ്ങൾ ശോഭ പിടിച്ചു വാങ്ങി. ഒരു ക്വാളിറ്റി ഇല്ല ശോഭയ്ക്ക്. തട്ടിപ്പുകാരി. ഞാൻ അതിന് കേസ് കൊടുത്തോട്ടെ. ശോഭ പക്ക തട്ടിപ്പ്. അല്ലെങ്കിൽ എന്റെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ചു. എന്നെ കൊണ്ട് ഒരെണ്ണമല്ല എടുപ്പിച്ചേക്കണം, പല പണി എടുപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം ശോഭ ഡൽഹിക്ക് പോകാൻ വന്നപ്പോൾ വിസ്താര ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ് ഉണ്ട്. ശോഭ ഇക്കോണമിയാണ്. ശോഭയ്ക്ക് ജാവദേക്കറെ ചെവി തിന്നാനോ ആരുടെ ചെവി തിന്നാൻ വേണ്ടിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പൈസയില്ല. 12,000 രൂപ കൊടുത്താൽ സ്പോട്ട് അപ്ഗ്രേഡേഷൻ കിട്ടും. ശോഭ ഞാൻ പരിചയപ്പെടുത്തിയ സുഹൃത്തിൻ്റെ നിന്ന് കാശ് മേടിച്ചു. അയാൾ എന്നെ വിളിച്ചു ചോദിച്ചു, ഞാൻ കാശ് കൊടുക്കണ്ട്, ശോഭയ്ക്ക് തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എന്നോട് പറയരുത്. അങ്ങനെ ശോഭ നമ്മുടെ സർവീസും സേവനവും ഒക്കെ അനുഭവിച്ചിട്ട് ഞാൻ ശോഭ പിണറായി കണ്ടത് നിങ്ങൾക്ക് വേണോ? അജി കൃഷ്ണൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ആദിവാസി ട്രസ്റ്റ് നടത്തുന്നുണ്ട് പാലക്കാട്. അജി കൃഷ്ണൻ കേട്ടിട്ടുണ്ടോ? അയാൾ അറസ്റ്റിലായി. എന്താ അയാളുടെ അജി കൃഷ്ണൻ. പാലക്കാട് ഒരു ട്രസ്റ്റ് ഉണ്ട്. ഈ അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തെന്ന് മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങിയതിന് ആദിവാസികളുടെ വീട് പണിത് കൊടുക്കലാണ് ആ ട്രസ്റ്റിന്റെ പണി. പാലക്കാട് അജി കൃഷ്ണൻ, അന്വേഷിച്ചറിയാം. പാലക്കാട് ആ ട്രസ്റ്റിന്റെ അജി കൃഷ്ണൻ തടഞ്ഞില്ലെങ്കിൽ ശോഭ ഈ ഇലക്ഷന് പോയേനെ. അജി കൃഷ്ണനെ വിളിച്ചു നോക്കി. അജി കൃഷ്ണന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഇരിപ്പുണ്ട്. അജി കൃഷ്ണനെ വരുത്താം. അജി കൃഷ്ണന്റെ വിവരം പറഞ്ഞ് ശോഭ 16 ശ്രമിച്ചു, നിവർത്തിയില്ലാണ്ട് 21 ശ്രമിച്ചു. കാരണം ശോഭയ്ക്ക് പിടികിട്ടി തൃശ്ശൂർ തൂത്തുവരും LDF എന്ന്. മനസ്സിലായോ? HRDS അജി കൃഷ്ണൻ തടഞ്ഞ് സാമ്പത്തിക പ്രതിസന്ധി ശോഭയുടെ മാറ്റിയില്ലെങ്കിൽ ശോഭ ഈ 21 LDFന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ശോഭയ്ക്ക് എന്താ ക്വാളിറ്റി? ഒരു കേസും അന്വേഷണം വന്നാൽ ജാവദേക്കർ ശോഭ ഉണ്ടെന്ന് പറയുമോ? ഇല്ല. പറയാൻ ജാവദേക്കർക്ക് പറ്റുമോ? എന്നേലും ജാവദേക്കർ ഡീൽ ചെയ്തേക്കണത്. ഞങ്ങൾ തുടരെ ഡീൽ ചെയ്ത്. ഞാനിപ്പോൾ എന്റെ മൊബൈൽ എടുത്തറിയാം. ഫെബ്രുവരി 25 ജാവദേക്കർ റിട്ടയർമെന്റ് ആയിരുന്നു രാജ്യസഭയിൽ. അദ്ദേഹത്തിന്റെ സ്പീച്ച് അയച്ചിട്ട് എന്നോട് അദ്ദേഹം ചോദിച്ചു, വാട്ട് ഔട്ട് മൈ സ്പീച്ച് എന്ന് ചോദിച്ചു. ഈസ് ബെസ്റ്റ്, ഈസ് ഗുഡ്. അന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹം ഈ സർവീസ് എല്ലാം നടത്തിയത് രാജ്യസഭ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതാണ്. ഇന്ന് കൂടും കുടുക്കി എടുക്കണം. ടെനുവർ കഴിഞ്ഞ് വീടൊഴിയണം. കാരണം ഒരു മാസമോ രാജ്യസഭ കഴിഞ്ഞാൽ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കൊമേഴ്സ്യൽ ആയിട്ട് അടയ്ക്കണം. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം. ഇന്ന് തീരുക. ഒന്നും കിട്ടിയില്ല അദ്ദേഹത്തിന്. അദ്ദേഹം പാനിക്കാണ്. അദ്ദേഹം ശ്രമമെല്ലാം നടത്തിയത് രാജ്യസഭ എക്സ്റ്റൻഷൻ, ആ വീട് കണ്ടിന്യൂ ചെയ്യാം, പ്രൊട്ടക്ഷൻ എല്ലാം തീർന്നു. അദ്ദേഹം പ്രവർത്തിച്ചത് മാത്രമേ ഗുണം കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഒരു ഇഷ്യൂ വന്ന് അദ്ദേഹം പറയൂ നീ. കാരണം അദ്ദേഹത്തെ ബാധിക്കണല്ലേ, അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ബാധിക്കണല്ലേ. മനസ്സിലായില്ലേ? ഞാൻ ഇപിയോട് സർപ്രൈസ് എന്ന് പറഞ്ഞതല്ലാണ്ട് ചെന്നപ്പോൾ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞേക്ക്, ഒരു സ്ട്രേഞ്ചർ ആണെങ്കിൽ താങ്കളുടെ വീട്ടിലൊരു സ്ട്രേഞ്ചർ വന്നാൽ താങ്കൾ എന്ത് ചെയ്യും? മാജിക് ആയി കൂടി നോക്കി പറ്റിയില്ലെങ്കിൽ ഡോറ് തുറക്കൂല, സോറി എന്ന് പറയും. ഇല്ലേ? തുറന്നു. അതേ പറഞ്ഞ വെൽക്കം ടു ഊട്ടി എന്ന് ജഗതി പറഞ്ഞിട്ട് കയറാൻ പറഞ്ഞു. കയറി ഇരുന്നു. ഉടനെ വടക്കിന്ത്യൻ മോഡലിൽ ചായ കാപ്പി വന്നു. സംസാരം തുടങ്ങി. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴും BJP പോകാനല്ല, അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ പക്ക പാക്കേജായിരുന്നു. അത് ലൂസ് ചെയ്തായിരുന്നു. എന്താണെന്നറിയാമോ? ഈ ഒരു സീറ്റ് വെച്ചിരുന്നെങ്കിൽ LDFന്റെ നഷ്ടം വരില്ല. ഇപ്പൊ ജൂൺ 4 കണ്ടോ നിങ്ങൾ വരാൻ പോണ നഷ്ടം? ഈ ഒരു സീറ്റിൽ മാക്കിയും ബാച്ചപ്പ് ചെയ്യാന്ന്. പിന്നെ ജാവദേക്കറിന്റെ ഈ വർത്താനം എന്ന് പറഞ്ഞാൽ ജാവദേക്കർ 26 നിങ്ങൾക്ക് ഗുണം കിട്ടുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ജാവദേക്കറോട് ചോദിച്ചു, 24 LDF വന്നില്ലെങ്കിൽ ചെയ്യും. അവിടെ വെച്ചാണ് എണീക്കണത് കസേരയെന്ന്. ആ ജാവദേക്കർ ആ ഓവർ കോൺഫിഡൻസിൽ ഇത്രയുള്ള ഡയലോഗാണ് പാളിയത്. 26 അത്രയും കയറി പറയണ്ടായിരുന്നു. ഇവിടെ വെച്ച് നിർത്തിയാൽ മതിയായിരുന്നു. ഒന്ന് മെരിങ്ങേനെ. ഇത് 26 പിടിച്ചു തരാന്ന് പറഞ്ഞാൽ 24 ഇലക്ഷൻ കഴിഞ്ഞ് വന്നില്ലെങ്കിലോ? ഇപ്പൊ സ്ഥിതി മടക്കേണ്ടി നോക്കിയിട്ട് കഴിയാൻ പുറത്തേക്ക് പോലെയാണ് പോക്ക്. കേജ്രിവാൾ പുറത്തേക്കും കൂടി ഇറങ്ങിയാൽ പൂർണ്ണമായി ഇന്ത്യ ഔട്ടായി പോകും. എനിക്ക് കണ്ട സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ഔട്ടാവുന്നു, ഞാൻ പറഞ്ഞുകൊണ്ട് വരിക്കുന്നു. ഞാൻ എന്റെ ബാധകമല്ല. കൊടുത്തു DGPക്ക്. ഇതാണ് പരാതി. ഇന്നലെ തന്നെ ഞാൻ ഒപ്പിട്ട് എനിക്ക് അവിടെ വന്ന് ഞാൻ പ്രിന്റ് എടുത്ത് അയക്കുകയും ചെയ്ത്. അത് ഇന്നിപ്പോ ട്രാക്ക് ചെയ്തപ്പോൾ അത് ട്രാൻസിറ്റിലാണ്. ഇന്ന് കിട്ടും. മെയിൽ ചെയ്തിട്ടില്ല. മെയിൽ ചെയ്തിട്ട് കാര്യമില്ല. പോലീസ് മെയിൽ എന്താ കുഴപ്പം, ബൗൺസ് ആണ്. കാരണം ചെക്ക് ചെയ്യാത്തതുകൊണ്ട്. ഇതൊരു അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. നോക്കിയപ്പോൾ 1 വർഷത്തെ അപ്ഡേറ്റ് പെൻഡിങ്. ഇപ്പോൾ ബൗൺസ് ആയാൽ നമ്മുടെ പെറ്റീഷൻ പോകുന്നതുകൊണ്ട് അയച്ചിട്ടുണ്ട്. അത് ട്രാക്കിങ്ങിലാണ്. കിട്ടും. ഞാൻ കോടതി പോകും. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ 10-15 ദിവസം കഴിഞ്ഞിട്ട് ഇത് ആക്ട് ചെയ്തില്ല, ഞാൻ ഹൈക്കോടതി പോയിട്ട് ഈ പെറ്റീഷൻ അന്വേഷിക്കണമെന്ന് ഡയറക്ഷൻ മേടിക്കും. ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25/4/24 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം LDF കൺവീനറെയും എന്നെയും കൂട്ടി അപമാനിക്കാനും സുധാകരനും
ശോഭാ സുരേന്ദ്രനും ഗൂഢാലോചന നടത്തി. അപമാനം 120B പരിധിയിൽ വരൂല. ഗൂഢാലോചനയിൽ അതിന് ക്രിമിനൽ ഡിഫർമേഷൻ ഫയൽ ചെയ്യേണ്ടി വരും. അത് വേറെ ചെയ്യും. നമ്മൾ അതിനുള്ള സജ്ജീകരണം നടക്കാൻ ഞാൻ അതിന്റെ വർക്കിലേക്ക് പോയപ്പോഴാണ് നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കാൻ വരാം. ഒരു അജിത്തും കൂടി വിളിച്ചു, അദ്ദേഹം കൂടി പറഞ്ഞു വന്നം, അദ്ദേഹം എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചു. അതുകൊണ്ട് 120B ഇടണമെന്നാണ്. ഈ പെറ്റീഷൻ കിട്ടിയിട്ട് അവർ ആക്ട് ചെയ്തില്ലെങ്കിൽ 10-15 ദിവസം കഴിയുമ്പോൾ ഞാൻ റിട്ട് ഫയൽ ചെയ്യും. റിട്ടിൽ ഹൈക്കോടതി പറയും, പെറ്റീഷനിൽ തീരുമാനം എടുക്കാൻ പറയും. എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തുമല്ലോ, നോക്കാം.